ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ചിന്തയ്ക്കാധാരമായ ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തിച്ച ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സെഫന്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും, നമ്മോട് ഓരോരുത്തരോടും ഈ പ്രഭാതത്തിൽ കർത്താവിന് സംസാരിക്കുവാനുള്ളത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം, നമ്മെ രക്ഷിക്കുവാൻ, നാം ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മെ കരുതുവാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ രക്ഷിക്കുന്ന വീരനായ ദൈവം നമ്മുടെ മധ്യേ ഇരിക്കുമ്പോൾ, ആമേൻ, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല, അധൈര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ആ കർത്താവ് ദോഷമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയില്ല. ആമേൻ. വീണ്ടും വായിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ. ഏത് പ്രതികൂല സാഹചര്യത്തിലും, ആമേൻ, ഏത് ജീവിത സാഹചര്യത്തിലും, ഏതവസ്ഥയിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തെല്ലും നാം അകന്നു പോകാതെ അധികമായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കുന്നവരാണെങ്കിൽ, യേശുവിനോട് അധികമായി ചേർന്നിരിക്കുന്നവരാണെങ്കിൽ, കാലേബിനെ പോലെ ദൈവത്തോട് അധികമായി പറ്റിച്ചേർന്നിരിക്കുന്നവരാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് നമ്മിൽ അത്യന്തം സന്തോഷിക്കും. ആമേൻ. ഏതവസ്ഥയിലും കർത്താവ് നമുക്ക് നൽകിയ രക്ഷയുടെ സന്തോഷം നാം നഷ്ടപ്പെടുത്താതെ, ആമേൻ, ആ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗരാജ്യത്തെ നോക്കി ആ വരവിൻ്റെ പ്രത്യാശയോടെ, ആമേൻ, നാം കാണപ്പെടുമ്പോൾ കർത്താവ് നമ്മിൽ അത്യന്തം സന്തോഷിക്കും. മാത്രമല്ല, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ഇപ്പോൾ കർത്താവ് മൗനമായിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് എന്നോർത്ത്, ആമേൻ, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ചോദ്യം ചെയ്യരുത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. കർത്താവ് തൻ്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കുന്നു. നമുക്കറിയാം, അബ്രഹാം ഇസാക്കിനെ ദൈവകൽപ്പന പ്രകാരം യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്നു. ആമേൻ, തൻ്റെ മകനെ യാഗപീഠത്തിന്മേൽ കിടത്തി, ആമേൻ, കയറുകൊണ്ട് കെട്ടി, അവൻ കത്തിയെടുത്തു. ഓങ്ങുന്നത് വരെ യാതൊരു ശബ്ദവും കേട്ടില്ല, ഭയങ്കര മൗനം. എന്നാൽ അബ്രഹാമിൻ്റെ തീരുമാനത്തിൽ നിന്ന് അബ്രഹാം ഒട്ടും തന്നെ വ്യതിചലിച്ചില്ല. താൻ ഉറച്ച തീരുമാനത്തോടെ ആയിരുന്നു, ഈ ചാരത്തിൽ നിന്ന് പോലും മക്കളെ തരുവാൻ ദൈവത്തിന് കഴിയും. ആ ഉറപ്പോടുകൂടെ ആ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്നേഹിതനായി എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം ആയിരുന്നു. എന്നാൽ ആ വാൾ ഓങ്ങി വെട്ടുന്നതിന് തൊട്ടു മുൻപ് അബ്രഹാം തൻ്റെ മകനെ യാഗത്തിനായി, ആമേൻ, സ്തോത്രം, വാളുകൊണ്ട് വെട്ടും എന്ന് കർത്താവിന് ബോധ്യമായപ്പോൾ യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, ആമേൻ, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. കർത്താവ് തൻ്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കുന്നു. അവിടെ നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ മുടിച്ചു കളയുവാനല്ല, നമ്മെ തകർത്ത് കളയുവാനല്ല, നമുക്ക് വേണ്ടി കർത്താവ് ശ്രേഷ്ഠമായത് കരുതി വെച്ചിട്ടുണ്ട്. യഹോവ ഈരയായ ദൈവം, ആമേൻ, യഹോവ ശമ്മാവായ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. യഹോവ ശാലോം, സമാധാനം നൽകുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. അതിനാൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുന്നു,
ഏത് പ്രതികൂലത്തിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും, ഏത് കടബാധ്യതകളിൽ നിന്നും, ഏത് നഷ്ടങ്ങളിൽ നിന്നും, ഏത് മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെയും, ആമേൻ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആമേൻ സ്തോത്രം, ഭവനത്തിൽ സമാധാനക്കേടുകൾ എന്ത് തന്നെയായിരുന്നാലും നമ്മെ രക്ഷിക്കുന്ന വീരനായ ദൈവം നമ്മുടെ മധ്യയുണ്ട് എന്ന ഉറപ്പോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. നമുക്കറിയാം, ആമേൻ ദാനിയേലിൻ്റെ ജീവിതം, ആമേൻ തനിക്ക് സപ്പോർട്ട് ചെയ്യുവാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ആമേൻ ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുന്നു. സ്തോത്രം. ആമേൻ രാജാവിൻ്റെ കൽപ്പനയാൽ രാജാവിന്, ആമേൻ സ്തോത്രം, ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കോളം പ്രയത്നം ചെയ്തു. എന്നാൽ നടന്നില്ല. ആമേൻ. അതേ മനുഷ്യർ, ആമേൻ സ്തോത്രം, എത്ര പ്രയത്നിച്ചാലും ദൈവം അനുവദിക്കാതെ ചിലത് സംഭവിക്കത്തില്ല. ആമേൻ. ദൈവം എന്താ മൗനമായിരിക്കുന്നത്? ദൈവത്തിന് അത്ഭുതകരമായി മറ്റുള്ളവർ അതിശയിക്കത്തക്ക രീതിയിൽ നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ, ഹല്ലേലൂയ, മനുഷ്യൻ്റെ രക്ഷയൊന്നും ഒരു രക്ഷയായി തീരത്തില്ല. അവസാനം ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അപ്പോഴും രാജാവ് പറയുന്നു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. രാജാവിന് ഉറപ്പുണ്ടായിരുന്നു. അത്രമാത്രം ദാനിയേൽ ദൈവത്തോട് ബന്ധമുള്ളവനാണെന്ന് രാജാവിന് പോലും അറിയാമായിരുന്നു. സ്തോത്രം, സ്തോത്രം. മാത്രമല്ല, ആമേൻ 20-ാം വചനത്തിൽ നിന്ന് വായിക്കുന്നു, ദാനിയേലിൻ്റെ പുസ്തകം 6:20. ആമേൻ സ്തോത്രം. അവിടെ സിംഹങ്ങളുടെ ഗുഹയിൽ വലിയ കല്ലുരുട്ടി വെച്ചു. രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ രാജാവ്, ആമേൻ സ്തോത്രം, ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിക്കുന്നു. ദാനിയേലേ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായി ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ദുഃഖശബ്ദത്തോടെ ചോദിക്കുന്നേ. എന്നാൽ ദാനിയേൽ പറയുന്നു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതായത് എൻ്റെ ദൈവം രക്ഷിച്ചു. സ്തോത്രം. കാരണം ഞാൻ അവൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുൻപിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു എന്ന് 23-ാം വചനത്തിൽ വായിക്കുന്നു. ദുഃഖശബ്ദത്തോടെ വിളിച്ച, ആമേൻ സ്തോത്രം, ഒരു സംശയത്തോടെ, ഒരു ഭയത്തോടെ, ദുഃഖശബ്ദത്തോടെ ദാനിയേലേ എന്ന് വിളിച്ച രാജാവ് 23-ാം വചനത്തിൽ അത്യന്തം സന്തോഷിക്കുന്നു. സ്തോത്രം. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പ്രിയ ദൈവമക്കളെ, ആമേൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ രക്ഷിക്കുവാൻ ആരുമില്ലാത്ത സാഹചര്യത്തിലും നാം ഇടപെടാതെ സേവിച്ച് വരുന്ന ദൈവം നമ്മെ വിട്ടൊരു നാളും മാറുകയില്ല. ആമേൻ. നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഏത് സിംഹങ്ങളുടെ വായടച്ച് നമ്മെ രക്ഷിക്കുവാനും ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുവാനും കർത്താവ് സർവശക്തനാണ്. ആ രാജാവ് സാക്ഷ്യം പറയുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 27-ാം വചനം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നമുക്കൊരുമിച്ച് വായിക്കാം. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, രാജാവ് അത്യന്തം സന്തോഷിച്ചു. അങ്ങനെയാണെങ്കിൽ രാജാതിരാജാവായൊരു കർത്താവ് സ്വർഗത്തിൽ നമുക്കുണ്ട്. അവൻ എന്ത് പ്രതിസന്ധികൾ വന്നാലും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ ആ രാജാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് രാജാതിരാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമെങ്കിൽ ആ കർത്താവ് നമ്മിൽ അത്യന്തം സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സ്നേഹത്തിൽ മിണ്ടാതിരുന്നാലും ഹോഷത്തോടെ അവൻ നമ്മിൽ ആനന്ദിക്കുവാനിടയായിത്തീരും. ഈ വചനപ്രകാരം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവെന്നാണല്ലോ. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പൈശാചികൻ്റെ കർത്താവേ കെട്ടുകളിൽ നിന്ന്, കർത്താവേ സ്തോത്രം, സ്തോത്ര, രോഗത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. വചനം കേൾക്കുന്ന ഓരോരുത്തരും യേശുവിൽ വിശ്വസിച്ച്
രക്ഷ പ്രാപിക്കുവാൻ, നിത്യശിക്ഷാവിധിയിൽ നിന്നൊഴിഞ്ഞ് നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.